ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 4 സിമ്പിൾ ഇക്വേഷൻസിലെ എക്സസൈസ് 4.3 ഫോർത്ത് ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് 3 ഇക്വേഷൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 2. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് വേറെ 3 ഇക്വേഷൻസ് കൂടെ ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 2 വെച്ച് വേണം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതുന്നു. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു 2 വെച്ച് അത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേറെ 3 ഇക്വേഷൻസ് കൂടെ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? പല മെത്തേഡിൽ ചെയ്യാം. നമുക്ക് ആദ്യം വേണമെങ്കിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. multiplying 10 on both sides. നമ്മൾ എന്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേപോലെ തന്നെ ചെയ്യുക. അതാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ ഞാൻ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2. രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഞാൻ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈയിങ് 10 ഓൺ ബോത്ത് സൈഡ്. എക്സ് ഇൻറ്റു 10 എന്തായി? 10x ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 എന്താണ്? 20 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതേപോലെ തന്നെ ഇനി രണ്ട് ഇക്വേഷൻസ് കൂടെ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്ത് വേണേലും ചെയ്യും. അത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്. ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 10x ഈസ് ഈക്വൽ ടു 20. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഞാൻ 2 എന്ന നമ്പർ കൊണ്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറുന്നു? 10x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 2 എന്താണ്? 22 ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് പകരം സബ്ട്രാക്റ്റിംഗ് 2 ഓൺ ബോത്ത് സൈഡ്സും ചെയ്യാം. അത് നമ്മളുടെ കൺവീനിയൻസ് പോലെ. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സബ്ട്രാക്ഷൻ എടുക്കാം. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് സബ്ട്രാക്റ്റിംഗ് ഒരു ഈസി ആയിട്ടുള്ള നമ്പർ എടുക്കുവാണ്. ഞാൻ 1 എടുത്തു. ഈ നമ്പേഴ്സ് നമ്മുടെ കൺവീനിയൻസ് ആണ്. നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് സെലക്ട് ചെയ്യും. സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡുമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. 10x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 22. ഇവിടെയും ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 1 എന്ന നമ്പർ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ വേണ്ടിയിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ, ഇവിടെയും അഡീഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ചേഞ്ചിനായിട്ട് ഇവിടെ സബ്ട്രാക്ഷൻ യൂസ് ചെയ്തു. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ബോത്ത് സൈഡ്സ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്താണെങ്കിലും നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെ തന്നെ ചെയ്യുക. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മുടെ 10x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 22. ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ 10xനെ 10x ആയിട്ട് തന്നെ എഴുതും, ഒരു ചേഞ്ചും ഇല്ല അതിന്. ഇനി 2 മൈനസ് 1 എന്താണ്? 1 ആണ് നമുക്കറിയാം. ഈസ് ഈക്വൽ ടു 22 മൈനസ് 1 എന്താണ്? 21. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ അനുസരിച്ച് ഈ ഇക്വേഷൻസും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സും. ഇപ്പോൾ ഇവിടെ 2ന് വരെ നമുക്ക് 3ഓ 10ഓ 100ഓ ഏത് നമ്പറും നമുക്ക് സെലക്ട് ചെയ്യും. അതേപോലെ സബ്ട്രാക്റ്റിംഗ് 1 എന്ന് പറയുന്നതിന് പകരം 1ന് പകരം 2ഓ 3ഓ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് നമ്പറും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സും സെലക്ട് ചെയ്യുന്ന കാൽക്കുലേഷനും അനുസരിച്ച് ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് 3 ഇക്വേഷൻസ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് 3 ഇക്വേഷൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ എ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ. ഒരേ ഒരു ഡിഫറൻസ് എക്സിന് വാല്യൂ -2 ആണ്.
അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എക്സ് ഈക്വൽ ടു -2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കൺസ്ട്രക്ട് 3 ഇക്വേഷൻ സ്റ്റാർട്ടിങ് വിത്ത് എക്സ് ഈക്വൽ ടു -2. അപ്പോൾ എക്സ് ഈക്വൽ ടു -2 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് 5 ഓൺ ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡുമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. എക്സ് ഈക്വൽ ടു -2. അപ്പോൾ ഞാൻ രണ്ട് സ്ഥലത്തും ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു 5 എന്താണ്? 5x ആണ്. ഇനി -2 ഇൻറ്റു 5, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആകുമ്പോൾ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. 5x ഈക്വൽ ടു -10 എന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതേപോലെ നമുക്ക് രണ്ട് ഇക്വേഷൻസും കൂടെ നമുക്ക് ഇനി ഫോം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെയും ആഡ് തന്നെ യൂസ് ചെയ്യാണ്. ആഡിങ് 3 ഓൺ ബോത്ത് സൈഡ്സ്. ആഡിങ് 3 ഓൺ ബോത്ത് സൈഡ്സ്. ഈ 3 എന്ന് പറയുന്ന നമ്പറിന് പകരം നമ്മളുടെ കൺവീനിയൻസ് ആയിട്ടുള്ള നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആഡിങ്ങിന് പകരം സബ്ട്രാക്ഷന് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. 5x ഈസ് ഈക്വൽ ടു -10. ഇനി നമ്മൾ 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 5x + 3 എന്ന് തന്നെ വരുന്നു. ഇനി -10 + 3 എന്താണ്? -7 ആണ്. അപ്പോൾ 5x + 3 ഈക്വൽ ടു -7. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തു, നമ്മളിവിടെ ആഡ് യൂസ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യാം. അടുത്തത് അപ്പോൾ ഞാൻ സബ്ട്രാക്ഷനാണ് കാൽക്കുലേഷൻ എടുക്കുന്നത്. സബ്ട്രാക്റ്റിംഗ് 2 ഫ്രം ബോത്ത് സൈഡ്സ്. സബ്ട്രാക്റ്റിംഗ് 2 ഫ്രം ബോത്ത് സൈഡ്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഒന്നുകൂടി എഴുതുവാണ്. 5x + 3 ഈസ് ഈക്വൽ ടു -7. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഞാൻ 2 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതെന്താവുന്നു? 5x + 3 - 2 എന്താണ്? 1 ആണ്. ഈസ് ഈക്വൽ ടു ഇവിടെ -7 - 2 എന്താണ്? 7 നെഗറ്റീവാണ്, 2 നെഗറ്റീവാണ്. രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആകുമ്പോൾ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അതായത് 7ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. രണ്ടിനും കോമൺ സൈൻ മൈനസ് ആയതുകൊണ്ട് ഇത് -9 എന്ന് വരും. അപ്പോൾ 5x + 1 ഈസ് ഈക്വൽ ടു -9. അതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പറിനെ ബേസ് ചെയ്ത് ഇക്വേഷൻസിൽ ചേഞ്ചസ് വരാം. ഓക്കെ.